मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ അമ്മോ, എന്തൊരു തണുപ്പാണ്. സംശയമുണ്ടോ? പെരുമഴ വന്നപ്പോൾ നാട് മുഴുവൻ വെള്ളത്തിലായി. ഇത്രയും തണുപ്പ് എന്നെ സന്തുഷ്ടനാക്കി. അടികൈ കൈയൊന്നും അടിക്കാൻ പറ്റില്ല. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ. വേണം, ഞങ്ങൾക്ക് വേണം, ഇനിയും വേണം. എന്തായാലും ഇതില് കൂടുതൽ വേണ്ട. ഇപ്പൊ തന്നെ നല്ല തണുപ്പാ. എന്റെ മുന്ന് സാറേ, ഇവിടെ എങ്ങനെ നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ തണുപ്പിൽ കിടക്കുന്നത്. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എടാ, ആരെങ്കിലും പോയി രക്ഷിക്കേ, അല്ലെങ്കിൽ അയാളുടെ പണി തീരും. സംശയമുണ്ടോ? സാറേ, ഈ ലളിതഗാനമൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. ആദ്യം കന്ന സാറിനെ രക്ഷിക്കേ. ടിക്കറ്റ് എടുത്താൽ സമാധാനമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാം. എന്റെ പൊന്നു സാറേ, എന്നെ രക്ഷിക്കാൻ ഞാൻ വീട്ടിൽ പോയിക്കോളാം. അടികൈ കൈ ഞങ്ങൾ അടിച്ചോളാം. അങ്ങ് അടിക്കണ്ട, അടിച്ച താഴെ പോവും. ഓ വന്നാട്ടെ, ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ. നിങ്ങളൊക്കെ പേടിത്തൊണ്ടന്മാരാണല്ലോ. കൊച്ചളിയ, ആരോ നമുക്ക് വേണ്ടിട്ട് തീയിടുന്നുണ്ട്. വാ, നമുക്ക് പോയി ചൂട് പിടിക്കാം. എടാ കഴുതേ, ബോംബിടുകയാണ്. വേഗം ഓടിക്കോ. ശത്രുക്കൾ ആക്രമണം തുടങ്ങി. നമ്മളും അവരെ ആക്രമിക്കണ്ടേ? തീർച്ചയായും. ഇനി നമ്മൾ മിണ്ടാതിരുന്നാൽ അവർക്ക് അഹങ്കാരം കൂടും. ഒരു പാഠം പഠിപ്പിക്കണ്ടേ? എങ്കിൽ ഉടൻ തന്നെ തയ്യാറായിക്കൊള്ളൂ. ഇവിടെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടൻ തന്നെ തിരിച്ചു പോകണം. ഉടൻ തന്നെ പോയിക്കോളൂ. പോയില്ലെങ്കിലേ ഇടിയും കൊണ്ട് പോകേണ്ടി വരും. ഹെൽമെറ്റ് വെച്ച് ഓടിച്ചില്ലെങ്കിൽ നടക്കും ആക്സിഡന്റ്. ഞാൻ നിങ്ങൾക്ക് തരുന്നു ഷെയ്ക്കാന്റെ. അടികൈ. തനിക്ക് എവിടുന്ന് കിട്ടി ഈ മണ്ടൻ കവിതകള്? അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും പറയൂല. ഞാൻ പോയിക്കോട്ടെ. ഇന്ത്യ എന്നും ഒരു അത്ഭുതമാണേ. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണേ. അടികൈ, പോവാം. ഒന്ന് സൂക്ഷിച്ചു പോ. സോർദാറേ, സോർദാറേ, ഹൈ, സോർദാർ, സോർദാറേ. എടാ, വെള്ളത്തിന് നല്ല തണുപ്പാണ്. വേഗം വാ. എടാ, എടാ, എന്നെ ഒന്ന് രക്ഷിക്കേ. വേഗം പറന്ന് മരത്തിലേക്ക് വാടാ. എനിക്ക് പറക്കാൻ കഴിയും. സംശയമുണ്ടോ?
രക്ഷപ്പെട്ടു. ഡൽഹിയിൽ ഉടനെ എത്തിക്കൂ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഡൽഹിക്കോ? ചുവരിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് പല്ലിയാണ്. അങ്ങേക്കറിയാമോ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അടികൈ. മേജർ ദിലേർ ഖന്ന? അതെ. പിടിക്കുവരെ. ശത്രുരാജ്യത്തിന്റെ മേജർ ദിലേർ ഖന്നയുടെ ബന്ധുക്കളാണിവർ. ആർമിക്കാരായിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? ഞാൻ പറഞ്ഞതല്ലേ, ദിലേർ ഖന്ന എന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ശത്രു രാജ്യത്തിലാണല്ലേ? ശത്രുരാജ്യത്തിന്റെ ചാരനാണിവൻ. സാർ, ഞങ്ങള് ചാരന്മാരൊന്നും അല്ല. ഞങ്ങള് ലീവ് ആഘോഷിക്കാൻ വേണ്ടി വന്നവരാണ്. അതെ സാറേ, ഞങ്ങളുടെ തെറ്റൊന്നും തന്നെ ഇല്ല. തെറ്റൊന്നുമില്ലെന്നോ? അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് ബോർഡർ മാത്രമേ കിട്ടിയുള്ളൂ. നോക്കൂ, ഞങ്ങളിവിടെ അറിയാതെ വന്നെത്തിയതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്, സംശയമുണ്ട്, സംശയമുണ്ട്. സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങളെ പിടികൂടിയത്. മര്യാദയ്ക്ക് പറയാ, ദിലേർ ഖന്നയുടെ പ്ലാൻ എന്താണ്? പറയാ. 12 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ലീവ് കിട്ടാൻ പോവുകയാണ്. കിട്ടിക്കഴിയുമ്പോൾ അയാൾ പോകുന്നത് വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞാൽ അമ്മായിയുടെ മോളുടെ കല്യാണമുണ്ട്, അവിടേക്ക് പോകും. അവിടുന്ന് നേരെ എന്റെ വീട്ടിലേക്ക് വരും. സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ തല്ലുന്നത്? എന്തിനാ പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? അടിക്കൈ, അടിക്കൈ, അടിക്കുന്നേ കൈ. ഇത്ര അടി കിട്ടിയിട്ടും കന്ന സാർ എങ്ങനെ കവിത പറയുന്നേ? എടാ, ഞാൻ കവിതയൊന്നും പറഞ്ഞതല്ല, തണുപ്പ് കാരണം പൊലമ്പിയതാടാ. ഇവിടെ കുറച്ച് തീ കൂട്ടിയായിരുന്നെങ്കിലേ നമുക്ക് കുറച്ച് തീ കായായിരുന്നു. നീ എന്താടാ ഈ കാണിക്കുന്നത്? മനുഷ്യ ഇവിടെ ഭ്രാന്തള വിരിക്കുകയാണ്. കൊണ്ടുപോടേക്ക്. തീ പിടിച്ചു, ഓടിക്കോ. രക്ഷപ്പെട്ടു, വേഗം ഓടിക്കോ. ഓടിക്കോ, 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 ഓടിക്കോ. എന്താടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി പിടിക്കാം. ഇതുകൊണ്ട് തല്ലിക്കോ. വേഗം ആ വഴി ഓടാം. ഇവർ പുറകെ തന്നെയുണ്ട്. സംശയമുണ്ടോ? രക്ഷിക്കണേ, രക്ഷിക്കണേ. നിങ്ങളെ പിടിക്കാനായിട്ട് ഞാൻ ഒരുത്തൻ മാത്രം മതി. എന്റെ സിപ്പായികൾ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? വേഗം പിടിക്കുവരെ. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ രാജ്യമോ? ആ, ഞങ്ങളുടെ പുറകെ ഓടി ഓടി നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ രാജ്യത്താണ്. കാറ്റിനും വെള്ളത്തിനും ബോർഡേഴ്സ് ഇല്ല.
ശത്രുത എന്നത് ഞങ്ങൾക്ക് മനസ്സിലില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ഇദ്ദേഹം നമ്മുടെ കന്നാ സാറിനെ ശരിക്കും തല്ലി. അതെയോ? ഇങ്ങനെയാണോ തല്ലിയത്? അല്ല, ശക്തിയായിട്ട്. തീർന്നടാ എല്ലാം എല്ലാം. ഇന്നാ പിടിച്ചോ. അങ്ങനെയല്ല, കണ്ണൻ സാറെ നിലം തൊടിക്കാതെയാണ് തല്ലിയത്. പിന്നെ അവിടുന്ന് വല്ലാത്തൊരു പൊട്ടിത്തെറി ശബ്ദമൊക്കെ കേട്ടത്. ഇവർ ഞങ്ങളുടെ ക്യാമ്പ് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. പാതി സിപ്പായികൾ തീയിൽപ്പെട്ടു, ബാക്കി പേര് വെള്ളത്തിൽ ചാടുകയും ചെയ്തു. കലക്ക് കുട്ടികളെ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ മേജറെ, നിങ്ങളെയൊക്കെ തോപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ തന്നെ ധാരാളം. പിന്നെ ഞങ്ങളുടെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്.